സംസ്കാരം എങ്ങനെ രൂപം കൊള്ളുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കൊരു സ്വഭാവത്തെ അല്ലെങ്കിൽ സംസ്കാരത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം രാജയോഗ ധ്യാനത്തിലൂടെ എങ്ങനെ സ്വഭാവ സംസ്കാരങ്ങളുടെ പരിവർത്തനം നടത്താൻ കഴിയും? ഇതിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു സ്വഭാവം അല്ലെങ്കിൽ സംസ്കാരം ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ അത് തുടർച്ചയായിട്ട് നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരേ ചിന്തയും വാക്കും പ്രവൃത്തിയും അനേക തവണ ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ, ആത്മാവിൻ്റെ ഉള്ളിൽ വളരെ ആഴത്തിലുള്ള പതിപ്പുകൾ, മുദ്രണങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ ആഴമേറിയ മുദ്രണങ്ങളെ ആണ് യഥാർത്ഥത്തിൽ സംസ്കാരം എന്ന് പറയുന്നത്. മനഃശാസ്ത്രത്തിൽ അൺകോൺഷ്യസ് മൈൻഡ്, അബോധ മനസ്സെന്ന് പറയുന്നതും ഈ സംസ്കാരത്തെ തന്നെയാണ്. അപ്പോൾ ഈ സംസ്കാരങ്ങൾ എങ്ങനെ ഉണ്ടാകണം? ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം. അതൊരു ജനതയുടെ സംസ്കാരം, അതായത് വളരെ കാലങ്ങളായി സംസ്കരിച്ചെടുത്തത്, വളരെ കാലങ്ങളായി ആചരിച്ചു പോരുന്ന, അനുഷ്ഠിച്ചു പോരുന്ന ചില ജീവിത രീതികളും സമ്പ്രദായങ്ങളും ഇതിനെയെല്ലാം ചേർത്തിട്ട് അതിൻ്റെ ആകത്തുകയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്.